ഹലോ എവ്രിവൺ, അരുണിമ ടീച്ചറാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അടിപൊളി ഒരു വേനലവധിക്കാലത്തിലാണ് കൂട്ടുകാരെല്ലാവരും എന്ന് മിസ്സിന് അറിയാം. അപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു മാസം കൂടെ വരാനുണ്ട്. അപ്പോൾ എല്ലാവരും അല്ലേ 4ാം ക്ലാസ്സിലേക്ക് എത്തി നിൽക്കുമ്പോൾ നിങ്ങളെടുത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടാവും. പ്രത്യേകിച്ച് CM കിഡ്സ് സ്കോളർഷിപ്പിന്റെ കാര്യമൊക്കെ ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് എക്സാം തന്നെയാണ് CM കിഡ്സ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും അല്ലെ, എങ്ങനെയാണ് നമ്മളുടെ പഠനം തുടങ്ങേണ്ടതെന്ന്. സോ അവിടെയാണ് മിസ്സിന് ഒരു കാര്യം പറയാനുള്ളത്. ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ബേസിക്സ്. നമ്മൾ 3ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് ബ്രഷപ്പ് ചെയ്തെടുക്കേണ്ടതും അതോടൊപ്പം തന്നെ അല്ലെ വലിയ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, മറന്നു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കുമ്പോഴാണല്ലോ ഇത് മറന്നു പോകുന്നത്. പക്ഷേ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് തെറ്റിപ്പോവോ? ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാനായി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സൈലം. നിങ്ങൾക്ക് വേണ്ടി 4ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് സൈലത്തിൻ്റെ പ്രാണ ബാച്ച് ഉള്ളത്. ഓൾറെഡി പ്രാണ ബാച്ചിലേക്കുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുട്ടികൾ ആരെങ്കിലും ഇതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യേണ്ട കാര്യം മറക്കണ്ട. അടിപൊളി ഓഫേഴ്സ് ഒക്കെ ഇപ്പോൾ ഗോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സബ്ജക്റ്റ് മാത്രമല്ല കേട്ടോ, ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ഇപ്പോൾ EVSൻ്റെ കാര്യം മിസ് പറയാം. നിങ്ങൾ 3ാം ക്ലാസ്സിൽ ഒരുപാട് ജീവികളെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഓരോ ജീവികളും ജീവിക്കുന്ന ചുറ്റുപാടിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ ഓരോ ജീവി, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആനയെ എടുക്കാം അല്ലേ. ആന എന്ന് പറയുന്നത് എന്താണ്? സസ്യഭുക്കാണ് അല്ലേ, സസ്യാഹാരിയാണ്. ഇനി അതേ സമയത്ത് നമ്മൾ 4ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മളൊരു ജീവി എടുത്ത് ആ ജീവിക്ക് ആ ചുറ്റുപാടിൽ ജീവിക്കാനുള്ള അനുകൂലനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പൊ അനുകൂലനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജീവിക്ക് ആ സാഹചര്യത്തിൽ ജീവിക്കണമെങ്കിൽ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ വേണ്ടേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെള്ളത്തിൻ്റെ അടിയിൽ ജീവിക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ. പക്ഷെ മീനുകൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്കില്ലാത്ത എന്തോ മീനിനുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ സാധിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പഠിപ്പിച്ചു തരും. അപ്പൊ എന്തിനാ വെയിറ്റ് ചെയ്യുന്നതല്ലേ, ഇതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ തയ്യാറാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സൈലത്തിനോടൊപ്പം പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.